എൻ്റെ പേര് അഞ്ജനയാണ്. ഞാൻ ബൈറ്റില എളംകുളം ഇടവകയാണ്. ഞാൻ ഒരു ഒറീസക്കാരത്തിയാണ്. ഇവിടെ 15 വർഷമായിട്ട് നമ്മുടെ എറണാകുളം ഏരിയയിൽ താമസിക്കുന്നതാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം ഞാൻ പറയുന്നു. എൻ്റെ ഹസ്ബൻഡും ഒരു ചെടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഗാർഡൻ വർക്ക്. അതിന് ഒരു വീട്ടിൽ പോയപ്പോൾ പുല്ല് വെട്ടാൻ ആ വീട്ടുകാരൻ വാട്ടർ ടാങ്കിൻ്റെ മൂടികയാണ് മാറ്റിയിട്ടിട്ട് പച്ച സീറ്റ് വിരിച്ചിട്ടത്. വെള്ളത്തിലെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയാണ് അതിട്ടത്. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല. അപ്പോൾ പുല്ല് വെട്ടിക്കൊണ്ട് നിന്ന സമയങ്ങളിൽ അത് ടാങ്കിൽ വീണുപോയപ്പോൾ അപ്പം തന്നെ കിടപ്പായി. അപ്പോൾ വീട്ടുകാർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടത്തി. എന്നെ വിളിച്ച് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കിടക്കാനാണ്, ഇങ്ങനെ വീണുപോയെന്ന് പറഞ്ഞു. അപ്പോൾ 2 വർഷത്തോളം അങ്ങനെ കിടപ്പായി. ഡോക്ടറുടെ അടുത്തും പോയി. ഡോക്ടർ MRI സ്കാനും കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു 2.5 ലക്ഷം രൂപ വേണം ഡിസ്കിൻ്റെ ഓപ്പറേഷൻ മാറ്റണമെങ്കിൽ. അപ്പോൾ ഡിസ്കിൻ്റെ ഓപ്പറേഷൻ ഈ ആഴ്ചയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നാളെ ഗുളിക നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 വർഷം അങ്ങനെ കടന്നു പോയി. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞാണ് ഉടമ്പടി കൃപാസനം ഇവിടെ ആലപ്പുഴയിലാണ്. അപ്പോൾ എനിക്ക് വഴി ഒന്നും അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലും ബൈറ്റിലെ ഹബ്ബിലോട്ട് കയറി അവിടെ നിന്ന് ബസ് പിടിച്ചിട്ടാണ് ആലപ്പുഴ ബസ്. ഞാൻ ബൈറ്റിലെ ബസ് കയറിയപ്പോൾ തന്നെ ആ കോൺട്രാക്ടർ അടുത്ത് പറഞ്ഞു, എനിക്ക് കൃപാസനം എവിടെ ഒന്നും അറിയില്ല, എനിക്ക് ഒന്ന് കൃപാസനം വരുമ്പോൾ ഒന്നും പറയണം, എനിക്ക് ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കൃപാസനം വന്നപ്പോൾ ആൾ പറഞ്ഞു തന്നു, ഇവിടെയാണ് കൃപാസനം. ഞാൻ ഓടി വന്ന് മാതാവിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് എന്താണെന്ന് ഉടമ്പടി എന്തെന്നോ ഒന്നും അറിയില്ല, എനിക്ക് എഴുതാൻ വായിക്കാനൊന്നും അറിയില്ല, ഒറീസക്കാരനായ കാരണം മലയാളം എനിക്കറിയില്ല, സംസാരിക്കാൻ അറിയുള്ളൂ, വായിക്കാൻ എഴുതാൻ അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയങ്ങളിലാണ്. അപ്പോൾ ഒരു ചേച്ചി വന്ന് എന്നെ സഹായിച്ചു.